നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഇറാന്റെ എണ്ണക്കോട്ടയായ ഖാർക്ക് ദ്വീപിലും തലസ്ഥാനമായ ടെഹ്റാനിലും ആക്രമണം. ഇറാൻ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു ജനത മുഴുവൻ ഇല്ലാതാകുമെന്ന് ഭീഷണി ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. കുട്ടികളെ അടക്കം യുദ്ധമുഖത്ത് അണിനിരത്തി മനുഷ്യ ശൃംഖലകൾ സൃഷ്ടിച്ച് ആക്രമണം ചെറുക്കാൻ ഇറാൻ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ആവേശത്തിരയിളക്കിയ കൊട്ടിക്കലാശം. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ രാവും പകലും. കൊട്ടിക്കലാശത്തിനിടെ പട്ടാമ്പിയിലും ഹരിപ്പാടും കൊട്ടാരക്കരയിലും നേരിയ സംഘർഷം. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണം ഉന്നയിച്ച് റാന്നിയിലും ആറന്മുളയിലും തിരുവല്ലയിലും കൊട്ടിക്കലാശം ഒഴിവാക്കി UDF. കലാശക്കൊട്ടിലും വാക്പോരുമായി നേതാക്കൾ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വിവാദ വാക് പ്രയോഗവുമായി മുഖ്യമന്ത്രി. മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനൂ. പിണറായി വിജയന്റെ സമയം കഴിഞ്ഞുവെന്നും ഇനി വിശ്രമിക്കുന്നു എന്നും മുഖ്യമന്ത്രിക്ക് രേവന്ത് റെഡ്ഡിയുടെ മറുപടി. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് VD സതീശൻ. അവസാന ലാപ്പിലും ഡീൽ ആരോപണം ശക്തമാക്കി മുന്നണികൾ. കോഴിക്കോട് വീണ്ടും കോലീബി സഖ്യമെന്ന് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. ഡീൽ ആരോപണം LDF വിരണ്ടതുകൊണ്ടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. BJPയുടെയും CPMന്റെയും ഡീൽ സംസ്ഥാനത്ത് വിലപോകില്ലെന്ന് KC വേണുഗോപാൽ. പരാജയ ഭീതിയിൽ നിന്നാണ് CPMന്റെ ആരോപണമെന്ന് BJP. ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2 ഭൂമിയിലേക്ക് മടങ്ങുന്നു. യാത്ര ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിൽ സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ശേഷം ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റി. 54 വർഷത്തിനു ശേഷം ചന്ദ്രന്റെ പിന്നിലൂടെ യാത്ര ചെയ്ത മനുഷ്യർ എന്ന ചരിത്രവും ആർട്ടിമിസ് സംഘത്തിന്. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഇറാന്റെ എണ്ണക്കോട്ടയായ ഖാർക്ക് ദ്വീപിലും തലസ്ഥാനമായ ടെഹ്റാനിലും ആക്രമണം. ഇറാൻ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു ജനത മുഴുവൻ ഇല്ലാതാകുമെന്ന് ഭീഷണി ആവർത്തിച്ച് ട്രംപ്. കുട്ടികളെ അടക്കം യുദ്ധമുഖത്ത് അണിനിരത്തി മനുഷ്യ ശൃംഖലകൾ സൃഷ്ടിച്ച് ആക്രമണം ചെറുക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ മാസം ഖാർക്ക് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ നാവിക മൈൻ ശേഖരണശാലകളും മിസൈൽ ബങ്കറുകളും തകർത്തെങ്കിലും എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളെ ആദ്യഘട്ടത്തിൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. എന്നാൽ ട്രംപ് നൽകിയ അന്ത്യശാസനത്തിന്റെ സമയപരിധി അവസാനിക്കും മുൻപേ അമേരിക്ക ഖാർക്ക് ദ്വീപിൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെ ഇറാൻ കരാറിലെത്തിയില്ലെങ്കിൽ ഒരു ജനത ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുമെന്ന് ആവർത്തിച്ച് ട്രംപ് വീണ്ടും രംഗത്തെത്തി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായും യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധവിമാനങ്ങൾ ടെഹ്റാനെ വട്ടമിടുന്നതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൗദിയെയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ വഴിയുള്ള വാഹന ഗതാഗതം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവച്ചു. ബഹ്റൈനെ അറേബ്യൻ ഉപദ്വീപുമായി കരമാർഗം ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണ് 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള കിങ് ഫഹദ് കോസ്വേ. അതേസമയം കരയുദ്ധത്തിലേക്ക് കടക്കുന്ന പക്ഷം പോരാടാൻ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, കുട്ടികളെ മിലിറ്ററി റാങ്കുകൾ നൽകി യുദ്ധത്തിന്റെ ഭാഗമാക്കാനും പ്രതിരോധത്തിന്റെ അവസാന മാർഗമെന്ന നിലയ്ക്ക് മനുഷ്യ ശൃംഖലകൾ സൃഷ്ടിക്കാനും ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. നേരത്തെ മാർച്ച് 21-നും ഏപ്രിൽ 6-നും സമാനമായ രീതിയിൽ ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. അതിനിടെ ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്നതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വെളിപ്പെടുത്തി. ജനങ്ങൾ പരമാവധി സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന മുന്നറിയിപ്പ് സേന നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ US സൈനിക ബേസുകൾ ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം തുടരുകയാണ്. സൗദി അറേബ്യയിലെ ജുബൈൽ വ്യവസായ മേഖലയിൽ പെട്രോ കെമിക്കൽ കോംപ്ലക്സിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണം തകർത്തതായി സൗദി അറിയിച്ചു. യുദ്ധം 39-ാം ദിവസം തുടരുമ്പോൾ 3500-ലേറെ പേർ മരിച്ചതായാണ് അനൌദ്യോഗിക കണക്ക്. 1% താഴെയാണ് ഇറാനിലെ ഇന്റർനെറ്റ് ലഭ്യത. ഇറാനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ലെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നടന്ന വ്യോമാക്രമണ നീക്കങ്ങളെ സൗദി പ്രതിരോധ സേന വിജയകരമായി തകർത്തു. പുലർച്ചെയുണ്ടായ ആക്രമണങ്ങളിൽ 11 ബാലിസ്റ്റിക് മിസൈലുകളും 18 ഡ്രോണുകളുമാണ് തകർത്തതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. മിസൈലുകൾ തകർക്കപ്പെട്ടതിനെ തുടർന്ന് അവയുടെ അവശിഷ്ടങ്ങൾ പ്രധാനപ്പെട്ട ഊർജ്ജ നിലയങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ പതിച്ചിട്ടുണ്ട്. സംഭവത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം അധികൃതർ വിശദമായി വിലയിരുത്തി വരികയാണ്. കുവൈറ്റിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശി സന്താനം സെൽവന്റെ കുടുംബത്തിന് 1 വർഷത്തെ ശമ്പളം നൽകാൻ ഭക്ഷ്യ ഉൽപ്പന്ന സ്ഥാപനമായ അൽതിക ഫുഡ് ഗ്രൂപ്പ് കമ്പനിയുടെ തീരുമാനം. സാമൂഹികവും മാനുഷികവുമായ പരിഗണന മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നും ഇത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ എല്ലാ അനുമതികളും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നേടിയതായും കമ്പനി അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ അൽ ഷുഐബ പ്രദേശത്ത് വൈദ്യുതി ജലശുദ്ധീകരണശാലയ്ക്ക് നേരെ കഴിഞ്ഞ ആഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് തമിഴ്നാട് രാമനാഥപുരം സ്വദേശി 37 വയസ്സ് മാത്രം പ്രായമുള്ള സന്താനം സെൽവൻ കൊല്ലപ്പെട്ടത്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനമായി. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു തെക്കൻ കേരളത്തിലെ കൊട്ടിക്കലാശം. ബാൻഡ് മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ മാറ്റി. മൂന്നാഴ്ച നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം ഓരോ നിമിഷത്തിലും നിറച്ചാണ് കൊട്ടിക്കലാശം കൊട്ടിക്കയറിയത്. രാവിലെ മുതൽ ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ ഓരോ വഴികളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളാലും മുദ്രാവാക്യം വിളികളാലും സമ്പന്നമായിരുന്നു. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശത്തിൽ കണ്ടത് 10 മടങ്ങ് രാഷ്ട്രീയ ആവേശം. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഓരോ മണ്ഡലങ്ങളിലെയും കലാശക്കൊട്ട് കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കലാശക്കൊട്ട് ആവേശമായി മാറി. ബാൻഡ് മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ. ക്രെയിനിൽ കയറിയും കൂളിംഗ് ഗ്ലാസ് വെച്ചും കിരീടമണിഞ്ഞും ഷാൾ ധരിച്ചും വിവിധ വേഷങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ സ്ഥാനാർത്ഥികൾ എത്തിയതോടുകൂടി കൊട്ടിക്കലാശം കളറായി. പത്തനംതിട്ടയിൽ വൈകിട്ട് 3 മണി മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തിപ്രകടനം ആരംഭിച്ചു. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ റോഡിൽ LDF പ്രവർത്തകരും ജനറൽ ആശുപത്രി റോഡിൽ UDF പ്രവർത്തകരും പോസ്റ്റ് ഓഫീസ് റോഡിൽ NDA പ്രവർത്തകരും കൂടിച്ചേർന്നതോടുകൂടി കൊട്ടിക്കലാശം ആവേശത്തേരിലേറി. മഹാപ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ പ്രചാരണായുധമാക്കി UDF ഇത്തവണ കൊട്ടിക്കലാശം പ്രതിഷേധ ദിനമാക്കി. കൊല്ലത്തും ആവേശത്തിനൊട്ടും കുറവില്ലായിരുന്നു. കൊല്ലം ഇരവിപുരം മണ്ഡലങ്ങളിലെ 3 മുന്നണികളും കൊല്ലം ചിന്നക്കട റൗണ്ടിൽ ഒത്തുചേർന്നു. നഗരത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും പ്രകടനമായിട്ടാണ് 3 മുന്നണികളും ഇവിടേക്ക് എത്തിച്ചേർന്നത്. കൊടിതോരണങ്ങളും മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ കൊട്ടിക്കലാശം ആഘോഷമാക്കുകയും ചെയ്തു. കൊട്ടാരക്കരയിൽ UDF BJP പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം നേരിയ സംഘർഷത്തിലും കലാശിച്ചു. UDF പ്രവർത്തകർ ചൈനീസ് പടക്കം പൊട്ടിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത്. മൂന്നാഴ്ച കടലിരമ്പം പോലെ ഉയർന്ന മുദ്രാവാക്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണാവേശവും ഒടുവിൽ 6 മണിക്ക് കൊടിയിറങ്ങി. ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം 9-ന് കേരളം വിധി എഴുതും. വിവിധ ബ്യൂറോക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് മധ്യകേരളത്തിൽ ആവേശകരമായ സമാപനമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, വയനാട് ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. ഹരിപ്പാട്, ഈരാറ്റുപേട്ട, പട്ടാമ്പി, കളമശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവും ചെറിയ സംഘർഷവും ഉണ്ടായി. വടക്കൻ പറവൂരിൽ കലാശക്കൊട്ടിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ആവേശം വാനോളം ഉയർത്തി വടക്കൻ കേരളത്തിൽ മുന്നണികൾ കൊട്ടിക്കലാശത്തോടെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ജനപിന്തുണ തങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയാണ് കൊട്ടിക്കലാശത്തിൽ മലബാറിലെങ്ങും കാണാൻ സാധിച്ചത്. ചിലയിടത്ത് നടന്ന കയ്യാങ്കളികൾ ഒഴിച്ചാൽ പൊതുവെ അനിഷ്ട സംഭവങ്ങളില്ലാതെയാണ് പ്രചരണം അവസാനിച്ചത്.
വടക്കൻ കേരളത്തിൽ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ പോലീസും കേന്ദ്രസേനയും കലാശക്കൊട്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം, കാസർഗോഡ്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ്, ഉപ്പള, കാഞ്ഞങ്ങാട് ടൗൺ, പാലക്കുന്ന്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത്. കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ്, ഇരിട്ടി, പയ്യന്നൂർ എന്നിവിടങ്ങളിലെല്ലാം മുന്നണികളുടെ ശക്തി പ്രകടനങ്ങളായി കൊട്ടിക്കലാശം മാറി. സംഘർഷ സാധ്യതയുള്ളതിനാൽ ചെറിയ സംഘങ്ങൾക്കാണ് പ്രകടനത്തിന് അനുമതി നൽകിയിരുന്നത്. മലപ്പുറം കുന്നുമലിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, കെ ടി മുജീബ്, അശ്വതി ഗുപ്ത എന്നീ 3 സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിനായി എത്തി. വേങ്ങര, തിരൂർ മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. പെരിന്തൽമണ്ണ, മഞ്ചേരി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും കൊട്ടിക്കലാശം പ്രവർത്തകർ ആവേശഭരിതമാക്കി. കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിന്റെ കൊട്ടിക്കലാശത്തിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ കയ്യാങ്കളി ഉണ്ടായി. PV അൻവർ തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ചു. ജനങ്ങൾ ആവേശഭരിതരാണ്. ഒരു മാറ്റം 100% സംഭവിക്കും. ജയിക്കും. എത്രയാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ വേണ്ടി പറ്റും? 25,000 കുറയാത്ത വോട്ടിനേക്കും. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ കൊട്ടിക്കലാശം അരക്കിണറിലാണ് സമാപിച്ചത്. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മതവർഗീയതക്കെതിരെ സ്വന്തം ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടാലും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. പേരാമ്പ്ര കൊട്ടിക്കലാശത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. വടകര സമയം കഴിഞ്ഞും LDF UDF പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. മലബാറിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് പരിസമാപ്തിയായിരിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വൈകിട്ട് 6 മണി മുതലാണ് നിശബ്ദ പ്രചരണം ആരംഭിക്കുക. ആകെ 883 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. ഹോം വോട്ടിംഗ് 98% പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 9 മുതൽ 29 വരെ എക്സിറ്റ് പോളുകൾ നിരോധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 6 മുതൽ പോളിംഗ് ദിവസം വൈകിട്ട് 6 വരെ അഭിപ്രായ സർവേകൾക്കും നിരോധനമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കാർഡില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച 12 രേഖകളുമായി സമ്മതിദായകർക്ക് വോട്ട് രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ ജില്ലാ ആസ്ഥാനത്തും നാളെ വോട്ട് വിളംബര ഘോഷയാത്ര നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ഒപ്പീനിയൻ പോൾസിന്റെ കാര്യത്തിലെ 9-ാം തീയതി 6 മണിയുടെ മുൻപുള്ള 2 ദിവസം, അതായത് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 7th ഏപ്രിൽ 6 മണി മുതൽ 48 hours ടു ക്ലോസ് ഓഫ് പോൾ, ആ സമയത്ത് വരെ, അതായത് പരസ്യ പ്രചരണത്തിന്റെ അവസാന ദിവസമായ ഇന്നും വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ഫണ്ട് വിവാദം, ഡീൽ ആരോപണം, ശബരിമലയിലെ നിലപാട് മാറ്റം എന്നിവയിലായിരുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കണ്ണൂരിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിലായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത്. വികസനത്തിനൊപ്പം ജനക്ഷേമവും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാധ്യമായെന്നും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും പറഞ്ഞ മുഖ്യമന്ത്രി സമഗ്രമായ നവകേരള നിർമ്മാണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മുന്നിൽ വെച്ചു. വികസന സ്ഥിരതയ്ക്ക്, സാമൂഹ്യനീതിക്ക് ജനം പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വയനാട് ഫണ്ട് വിവാദത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും മൂർച്ച കൂട്ടി. രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നില്ല. അത്രയും അബദ്ധജടിലമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ആചാര്യന്മാരുടെ അഭിപ്രായം തേടണമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. CPM BJP ഡീൽ എന്നത് കോൺഗ്രസിന്റെ പാപ്പരത്വം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFന് SDPI പിന്തുണ നൽകിയത് കോൺഗ്രസിനും ലീഗിനും വിഷമമുണ്ടാക്കുന്ന കാര്യമെന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. പരസ്യവാദത്തിന് വെല്ലുവിളിച്ച തെലങ്കാന മുഖ്യമന്ത്രിക്കും കടുത്ത ഭാഷയിൽ പിണറായി മറുപടി നൽകി. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനൂ. G. സുധാകരനും V. കുഞ്ഞികൃഷ്ണനും ശത്രുപാളയത്തിലെത്തിയപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. UDFന്റെ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നും വാഗ്ദാനങ്ങളിൽ വിശ്വാസ്യതയില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അമൃത ന്യൂസ്, കണ്ണൂർ. പോ മോനെ വിജയ എന്ന് ആവർത്തിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പിണറായി വിജയന്റെ പ്രായത്തെ ബഹുമാനിക്കുന്നു. പിണറായി വിജയന്റെ സമയം കഴിഞ്ഞു, ഇനി വിശ്രമിക്കുന്നു
വിശ്രമിക്കൂ എന്ന് രേവന്ത് റെഡ്ഡി കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പിണറായി പറഞ്ഞതുപോലെ താൻ മറുപടി നൽകാത്തത്. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെയും ജനങ്ങളെയും അപമാനിക്കരുത്. പ്രവർത്തകരെ കൊണ്ട് ബൈ ബൈ പിണറായി എന്നും രേവന്ത് റെഡ്ഡി വിളിപ്പിച്ചു. പത്തനാപുരത്ത് നടന്ന റോഡ് ഷോയിലാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ പ്രതികരണം. Finally, I wanted to tell you one thing. Nipo Mone Vijaya. Nipo Mone Vijaya. Your time is over. Your expiry date is over. Go and take rest. Now I wanted to give one slogan. Please support and louder for my slogan. Bye bye Pinarayi. Bye bye Pinarayi. Bye bye Pinarayi. മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പ്രതിപക്ഷ നേതാവ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ എന്ന് വിളിച്ചതിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഒന്നുകൂടി ചോദിച്ചിരുന്നേൽ ആ ഡാഷും കൂടി പൂരിപ്പിച്ചേനെ. അങ്ങനെയെങ്കിൽ കേരളത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടായേനെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോടൊന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറഞ്ഞത് തിരിച്ച് നിങ്ങൾ കേൾക്കാത്ത ഭൂമി കേൾക്കാത്ത ഭാഷ ഒരു തമാശ എന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. കോഴിക്കോട് വീണ്ടും കോലീബി സഖ്യമെന്ന് CPM ആരോപണം. കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ BJPയുമായി ധാരണയുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. പരാജയ ഭീതിയിൽ നിന്നാണ് CPM ആരോപണമെന്ന് തിരിച്ചടിച്ച് BJPയും UDFും രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന വേളയിലാണ് കോഴിക്കോട് CPIM ജില്ലാ നേതൃത്വം പഴയ കോലീബി സഖ്യം ആവർത്തിക്കുകയാണെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിൽ BJP UDFനെ ജയിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ആരോപണം. ആരോപണത്തിന് തെളിവില്ലെങ്കിലും ഈ പശ്ചാത്തലത്തിൽ BJP വോട്ട് കുറയാതെ നോക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. BJPയുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോർത്ത്, കൊയിലാണ്ടി മണ്ഡലങ്ങളിലെല്ലാം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. കോർപ്പറേഷനിൽ BJPക്ക് വോട്ടുണ്ട്. ഇവിടെ ആ വോട്ടിലൊരു വോട്ട് പോലും കുറയാതെ BJPക്ക് നേടാൻ കഴിയണം, അല്ലെങ്കിൽ അത് നേടണം എന്ന് വെല്ലുവിളിയായി തന്നെ പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അതേസമയം CPIM പരാജയ ഭീതിയിൽ നിന്നാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് വനിതാ മോർച്ച സംസ്ഥാന അധ്യക്ഷയും കോഴിക്കോട് നോർത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ നവ്യ ഹരിദാസ് തിരിച്ചടിച്ചു. CPM തോൽവി സമ്മതിച്ചത് കൊണ്ടാണ് അതിനുള്ള എക്സ്ക്യൂസസ് തേടുന്നത്. ആ എക്സ്ക്യൂസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റൂ. ഞങ്ങൾക്ക് ഡീലില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡീല് ഇവിടെയുള്ള പൊതുജനങ്ങളുമായിട്ടാണ്. കോഴിക്കോട്ടെ UDFന്റെ മുന്നേറ്റത്തിൽ ഭീതി പൂണ്ടാണ് ആരോപണമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ജയന്തും പ്രതികരിച്ചു. മെഹബൂബിന്റെ പ്രശ്നം എന്താ അറിയോ? മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി വരെ 10-11 സീറ്റൊക്കെ ജയിച്ചിരുന്നു. മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പച്ച തൊട്ടിട്ടില്ല ഈ ജില്ലയിൽ. മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പോയി. കോഴിക്കോട് ജില്ലയിലെ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ടു, മിക്കവാറും പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പൂർണ്ണമായി 13 സീറ്റും UDF ജയിക്കാൻ പോവുക. അപ്പം മെഹബൂബിനെ സംബന്ധിച്ചിടത്തോളം വിഭ്രാന്തി പിടിച്ചു പോയത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൊയിലാണ്ടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടെയായ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറാണ്. LDF സ്ഥാനാർത്ഥി K ദാസനും NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനുമാണ്. കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷമാണ് ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ ഡീൽ ആരോപണവുമായി CPIM ജില്ലാ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ലീഗിനെതിരായ ഡീൽ ആരോപണം LDF വിരണ്ടതുകൊണ്ടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പരാജയഭീതിയിൽ ഒരേ ആരോപണം BJPയും LDFും നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖറും A വിജയരാഘവനും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നും അദ്ദേഹം മലപ്പുറത്ത് പ്രതികരിച്ചു. അവരുടെയൊക്കെ തന്നെ അനലൈസിസിലൊക്കെ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. എല്ലാ മീഡിയയും ആരും തന്നെ UDFന് വളരെ പിസ്കിറ്റാണെങ്കിലും ഭൂരിപക്ഷം കിട്ടൂല എന്ന് പറയുന്നില്ല. എന്നൊക്കെ വളരെ പിസ്കി പറയുന്നെങ്കിലും ശരി, പറയാതെ പറയുന്നത് UDF ആണ് ഇത്തവണ എന്നുള്ളതാണ്. അതിൽ അവർ നന്നായി വരണ്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ CPMന്റെ വക്താവ് ശ്രീ വിജയരാഘവനൊക്കെ ഒരേ പ്രസ്താവന ചെയ്തു.
അധികാരത്തിൽ ഇരുന്നവരുടെ അതിമോഹമാണ് 2018 പ്രളയത്തിന് കാരണമെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. കരിമണൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ ഇരുന്നത് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്ന ശബ്ദരേഖ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. പിന്നീട് സ്പിൽവേ തുറന്നതോടെയാണ് ചെങ്ങന്നൂരിനെ പ്രളയജലം മുക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ജലനിരപ്പ് ഉയരും മുമ്പ് തോട്ടപ്പള്ളിയിലെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു എന്ന് വിശദമാക്കി കെ കൃഷ്ണൻകുട്ടിയും രംഗത്തെത്തി. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ സംസ്ഥാനത്തെ കുരുതി കൊടുത്തെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ആരോപണത്തിന് തെളിവായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയും മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. തോട്ടപ്പള്ളി സ്പിൽവേ സമയത്ത് തുറക്കാത്തത് കരിമണൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും സ്പിൽവേ തുറന്നില്ല. ഇത് പിന്നീട് ചെങ്ങന്നൂരിൽ പ്രളയത്തിനടക്കം കാരണമായെന്നും ശബ്ദരേഖയിൽ പറയുന്നു. ശ്രദ്ധിച്ചു കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവന് മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മുതിർന്ന നേതാവുമായി സംസാരിക്കുന്നതാണ് ശബ്ദരേഖയെന്നാണ് മാത്യു കുഴൽനാടൻ അവകാശപ്പെടുന്നത്. മണിയാർ പ്രൊജക്ടിൽ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വെള്ളം നിറച്ചതും തമിഴ്നാടിന് അവകാശപ്പെട്ട വെള്ളം ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിട്ടതും വഴി ചാലക്കുടിയിൽ പ്രളയമുണ്ടായതായും ഇതിൽ ആരോപിക്കുന്നു. അധികാരത്തിലിരുന്നവരുടെ അതിമോഹവും അത്യാർത്തിയുമാണ് പ്രളയത്തിന് പിന്നിലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കേരളത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പിണറായി സർക്കാരിന്റെ അധികാരത്തിലിരുന്നവരുടെയും കോടികളോടുള്ള മോഹവും അതിമോഹവും ആണ് നമ്മളെ ഈ നിലയിൽ തകർത്ത് തരിപ്പണമാക്കിയത്. കേരളത്തെ തകർത്ത് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി ആധികാരികമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി സർക്കാരിന്റെ അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിലെ പ്രളയം ഈ ഗതിയിലാക്കിയത്. അതേസമയം ജലനിരപ്പ് ഉയരും മുമ്പ് തോട്ടപ്പള്ളിയിലെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നുവെന്ന് കെ കൃഷ്ണൻകുട്ടി വിശദമാക്കി. ഇക്കാര്യം നേരത്തെ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓർമ്മയില്ല, ശ്രദ്ധയില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓഡിയോ ഇപ്പോൾ AI ഉള്ളതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും അത് ഞാൻ നിയമപരമായ നടപടി സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ജിദ്ദയിൽ ഫിറ്റ് സംഘടിപ്പിച്ച രാഷ്ട്രീയ സംവാദം ശ്രദ്ധേയമായി. ഷറഫിയ എലോറ ഓഡിറ്റോറിയത്തിൽ വെച്ച് 16ാം കേരള നിയമസഭ പ്രതീക്ഷകളും പ്രത്യാശകളും എന്ന ശീർഷകത്തിലായിരുന്നു ചർച്ച. റസാഖ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇസ്ഹാഖ് പൂണ്ടോളി വിഷയാവതരണം നടത്തി. ഹക്കീം പാറയ്ക്കൽ, ഷിബു തിരുവനന്തപുരം, ബഷീർ ചുള്ളിയൻ, കബീർ കൊണ്ടോട്ടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അബു കട്ടുപ്പാറ മോഡറേറ്ററായി പ്രവർത്തിച്ചു. നൌഫൽ ഉള്ളനാടൻ സമാപന പ്രസംഗം നടത്തി. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന തരത്തിലായിരുന്നു സംവാദം നടന്നത്. ജാഫർ വെന്നിയൂർ സ്വാഗതവും നാസർ മമ്പൂറം നന്ദിയും അറിയിച്ചു. അഫ്സൽ നാറാണത്ത്, മുസ്തഫ മാസ്റ്റർ, ജംഷീർ KV എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സൗദി അറേബ്യയിൽ സ്വദേശി പൗരന്മാരുടെ ഭവന നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനായി നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികളുടെ ലെവി ഒഴിവാക്കുന്നതിനെക്കുറിച്ച് പഠനം നടത്താൻ ഷൂറ കൗൺസിൽ ആവശ്യപ്പെട്ടു. വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന ഷൂറ കൗൺസിൽ യോഗത്തിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത്. റിയൽ എസ്റ്റേറ്റ് വികസന മേഖലയിൽ കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും വിപണിയിലെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും നിർമ്മാണ മേഖലയെ ലെവിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഗുണകരമാകുമെന്ന് ഷൂറ കൗൺസിൽ അംഗം റായി ജാദ അബുനയാൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് വാണിജ്യ മന്ത്രാലയം സമഗ്രമായ പഠനം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ KMCC തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഷറഫിയ റയാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. പ്രസിഡന്റ് ഹബീബുള്ള പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞി മുഹമ്മദ്
കോട്ടോപ്പാടം സ്വാഗതം പറഞ്ഞു. സക്കീർ നാലകത്ത്, TP ഷുഹൈബ, യൂസഫ് അലി തിരുവേഗപ്പുറ, ഷഫീൻ തച്ചമ്പാറ എന്നിവർ പ്രസംഗിച്ചു. ചായൽ 2026 ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും പരിശീലനം നടത്തിയവരെയും മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ പട്ടാമ്പി മണ്ഡലം ട്രഷറർ ഡോക്ടർ ഹാരിസിനെയും ചടങ്ങിൽ ആദരിച്ചു. ചരിത്ര നേട്ടം കുറിച്ച ആർട്ടിമിസ് 2 സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നു. ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിൽ സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡും സ്വന്തമാക്കിയ ശേഷമാണ് സംഘത്തിന്റെ മടക്കം. ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റി. 54 വർഷത്തിന് ശേഷം ചന്ദ്രന്റെ പിന്നിലൂടെ യാത്ര ചെയ്ത മനുഷ്യർ എന്ന ചരിത്രവും ആർട്ടിമിസ് സംഘം സ്വന്തമാക്കി. ബഹിരാകാശ പര്യവേക്ഷണത്തിൽ നിർണായക അധ്യായം കുറിച്ചാണ് നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യസംഘത്തിന്റെ മടക്കം. നിശ്ചയിച്ച പദ്ധതികൾ ഓരോന്നും കൃത്യമായി പൂർത്തിയാക്കി ലക്ഷ്യങ്ങൾ കൈവരിച്ചാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ എത്തിച്ച ദൗത്യമാണ് ആർട്ടിമിസ് 2. ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കാനുള്ള ആർട്ടിമിസ് ദൗത്യങ്ങൾക്ക് മുന്നോടിയായുള്ള പരീക്ഷണ ദൗത്യം. ചന്ദ്രനെ ചുറ്റിയുള്ള യാത്രാ ദൗത്യത്തിനിടെ ആർട്ടിമിസ് 2 പേടകത്തിലെ 4 ബഹിരാകാശ സഞ്ചാരികൾ ചരിത്രത്തിൽ ഇതുവരെ ഒരു മനുഷ്യനും സഞ്ചരിച്ചിട്ടില്ലാത്തത്ര ദൂരേക്ക് ഭൂമിയിൽ നിന്നും യാത്ര ചെയ്തു. 4,06,778 കിലോമീറ്റർ പിന്നിട്ടാണ് ദൗത്യസംഘം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. പഴയ റെക്കോർഡിനേക്കാൾ 6,602 കിലോമീറ്റർ അധിക ദൂരമാണ് ഇവർ പിന്നിട്ടത്. 6ാം ദിനത്തിലായിരുന്നു ദൗത്യസംഘം ഈ നേട്ടം കൈവരിച്ചത്. ഭൂമിയിൽ നിന്ന് കാണുന്ന ചന്ദ്രന്റെ വശവും അതിന്റെ മറുവശവും അടുത്തു കാണാനും പഠിക്കാനും സഞ്ചാരികൾക്ക് അവസരം ലഭിച്ചു. ഓറിയോൺ പേടകം ചന്ദ്രന്റെ ഏറ്റവും അടുത്തെത്തിയത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:32-നാണ്. ചന്ദ്രനെ ചുറ്റിയ ഓറിയോൺ പേടകം ഭൂമിയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. ക്രിസ്റ്റീന കുക്കാണ് ഭൂമിയിലേക്ക് ആദ്യ സന്ദേശം അയച്ചത്. ചന്ദ്രന്റെ മറുപുറം നേരിട്ട് ദർശിച്ച ആവേശത്തിലാണ് ബഹിരാകാശ സഞ്ചാരികളായ റീഡ് വൈസ്മാനും വിക്ടർ ഗ്ലോവറും ക്രിസ്റ്റീന കുക്കും ജെറമി ഹാൻസനും. ചന്ദ്രന്റെ ചക്രവാളത്തിന് പിന്നിൽ ഭൂമി മറയുന്ന എർജന്റ് ദൃശ്യം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണെന്ന് ക്രിസ്റ്റീന കുക്ക് പറഞ്ഞു. ചന്ദ്രന്റെ ഇരുണ്ട വശത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ഏതാനും മിനിറ്റ് ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടെങ്കിലും ചന്ദ്രനെ തൊട്ടടുത്ത് കണ്ട അനുഭവം തങ്ങളെ വിസ്മയിപ്പിച്ചുവെന്ന് പൈലറ്റ് വിക്ടർ ഗ്ലോവർ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 10 വെള്ളിയാഴ്ച അമേരിക്കൻ സമയം രാത്രി 8 മണിയോടെ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് പസഫിക് സമുദ്രത്തിൽ ബഹിരാകാശ യാത്രികർ മടങ്ങിയെത്തും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ പിരിച്ചുവിട്ട് ബംഗ്ലാദേശ് ദേശീയ സ്പോർട്സ് കൗൺസിൽ. കഴിഞ്ഞ വർഷം നടന്ന ബോർഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിന്നിരുന്നു. ഈ വിവാദങ്ങളുടെ സാഹചര്യത്തിലാണ് നടപടി. മുൻ താരം തമീം ഇക്ബാൽ അധ്യക്ഷനായി 11 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ബോർഡ് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും നടന്നതായാണ് ആരോപണങ്ങൾ. T20 ലോകകപ്പ് ബഹിഷ്കരിച്ചതും ബോർഡിന് തിരിച്ചടിയായി. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.